ബ്രീഡിങ്ങിന് വേണ്ടിയിട്ടേക്കുന്നതാണോ അത്? കണ്ടുപിടിക്കാൻ സിമ്പിൾ അതിന്റെ വയറിന്റെ എഴുതിണ്ടോ ഇത്? നല്ല അടിപൊളി പുലിവാഹ ഇരിപ്പുണ്ടോ? പുലിവാഹ നീളം കാണിച്ചത് ഒരു 4-5 ദിവസം കൊണ്ട് വിരിഞ്ഞു വരും. നമ്മൾ അതിന്റെ അകത്ത് മുട്ട അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാ, നമ്മൾ ആക്രിക്കടയിൽ നിന്ന് ഒരു 500 രൂപയ്ക്ക് പൊക്കി കൊണ്ടുവന്ന ഒരു വലിയ അക്കൂരി കേട്ടോ. ഇത് ആക്രിക്കടയിൽ നിന്ന് എടുത്താണെങ്കിലും സംഭവം ഒരു കംപ്ലൈന്റ് ഇല്ലായിരുന്നോണ്ട് നമുക്ക് ഒരു 800 രൂപ വിലക്കാ കിട്ടി അല്ലേ? 800 രൂപയ്ക്ക് കിട്ടി. 800 നമ്മൾ ഏതാ വേണ്ടി പോകുന്നത്? ലോബ്സ്റ്ററിന് ഇടാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ലോബ്സ്റ്റർ എന്ത് മീനാന്ന് അറിയാത്തവർക്ക് അത് നമുക്ക് അവിടെ എത്തുമ്പോൾ മനസ്സിലാവുമായിരിക്കും. ഇനി ലോബ്സ്റ്റർ ഉണ്ടോന്ന് അറിയത്തില്ല. ആദ്യം നമുക്ക് മീനെ മേടിക്കാം. മീനെ മേടിക്കുമ്പോഴേ ആവേശം പറ്റുള്ളൂ. അതിനെ അതിലോട്ട് പോകും. അങ്ങനെ നമ്മള് നമ്മുടെ ഫിഷ് ഫാമിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് എന്തൊക്കെയാണ് പുതിയ മീൻ അപ്ഡേറ്റ് അയക്കുന്നത്, പുതിയ മീൻ ഏതൊക്കെയാണ്, നമ്മൾ ഏതാ മീൻ മേടിക്കാൻ പോകുന്നത്, എന്താണ് ഐറ്റം, അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. അപ്പൊ നമുക്ക് ജസ്റ്റ് പോയിട്ട് വരാം. അങ്ങനത്തെ പ്രാവാട ഇത്. ഇനി നമുക്ക് ഇവിടുത്തെ ഐറ്റംസ് ഒക്കെ ഒന്ന് കാണാം. നമ്മളിവിടെ കയറിപ്പോയ പാടെ സച്ചിൻ ചേട്ടനെ കാണാനില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ മുമ്പശത്തുണ്ടായിരുന്ന നല്ല ഓസ്കാറിനെയൊക്കെ നോക്കി നടന്നു. നല്ല അടിപൊളി ഓസ്കാറൊക്കെ ഉണ്ട്. നല്ല ഫിനിഷിംഗ് ഒക്കെയാണ്. ഈ കാക്കനെയൊക്കെ തന്നെ വലുതാവുമ്പോ ഈ മീൻ ഉണ്ടായിരുന്നില്ല. ചുമ്മാ ഓടി ഓടി നടക്കും. അടിപൊളിയാണ്. ഇത് അങ്ങനത്തെ പറവാടാ. നല്ല അടിപൊളി പുലിവാഹ ഇരിപ്പുണ്ടോ? പുലിവാഹ നീളം കാണിച്ച സമയം കൈ വെച്ചിട്ട് അത് കിളക്കൊരുത്തി ഇടാന്നാണ് പറയുന്നത്. ഇത് സീബ്ര അല്ല. ഫൈറ്റർ മീനുകളിലൊക്കെ നല്ല രീതിയിലുള്ള കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല റെഡ് ഫൈറ്റേഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. മെയില് ഫീമെയില് തിരിച്ചാ വെച്ചേക്കുന്നതിന് വന്ന ആൾക്കാർക്ക് ജോഡി നോക്കി എടുത്തുകൊണ്ട് പോയി കൊടുക്കാം. അപ്പോൾ തിരിച്ചാ വെച്ചേക്കുന്നത്. ഇതിന്റെ പേരിൽ കാണിച്ചാണ് കൊള്ള അടിപൊളി. ഇതെല്ലാം ഇതിനെ കെട്ടി വെച്ചേക്കാം മുകളിൽ. ഞാൻ നിന്നോളൂ. ചോക്ലേറ്റ് മൂടി തിന്നാൻ വേണ്ടിയാ നമ്മൾ പോയപ്പോൾ സച്ചിൻ ചേട്ടൻ അലങ്കാര മത്സ്യങ്ങൾക്കുള്ള വെള്ളം മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കുറേ മത്സ്യങ്ങളുണ്ട്. 2 ആഴ്ച കൂടുമ്പോൾ എല്ലാത്തിനും വെള്ളം മാറി നല്ല അടിപൊളിയായിട്ടാണ് സൂക്ഷിക്കുന്ന പറഞ്ഞു. അങ്ങനെ കുറേ നേരത്തെ ചെക്കിങ്ങിന് ശേഷം ഞങ്ങൾ ആഗ്രഹിച്ച് വന്ന ആ ലോബ്സ്റ്ററിനെ പിടിക്കാന്ന് ഓർത്തു കേട്ടോ. ലോബ്സ്റ്റർ പെയറില്ല, ചെറിയ ലോബ്സ്റ്ററാണ് നമുക്ക് ലോബ്സ്റ്റർ പോലെ തന്നെ ഒരു വെറൈറ്റി. ആ സാധനം അതുപോലെ തന്നെ ഇരിക്കുന്ന മീനാണ് ഷ്രിമ്പ്. തപ്പി പിടിക്കണ്ടോ വലിയ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇത് പാലിലൂടെ പോയി. ഇത്ര സാധനം അത്ര ആവുള്ളൂ. ഇത് റെഡ് ഷ്രിമ്പ്. ഇതാണ് ഷ്രിമ്പ്. നമ്മൾ തോട്ടിന്ന് പെയിന്റ് അടിച്ച് വെക്കുന്ന നമ്മള് തെറ്റിദ്ധാരണ ഉണ്ട് ആൾക്കാർക്ക്. ഇത് ബ്രീഡിംഗ് സ്റ്റോക്ക്. ഇത്ര വലുപ്പമാവുള്ളൂ മാക്സിമം. ഇത് അലങ്കാരത്തിന് ഇത് മെയിൻ ആയിട്ട് വെച്ചാൽ ആൽഗേറ്റർ ആണ്. ആൽഗേറ്റർ എന്ന് വെച്ചാൽ അക്വരത്തിന്റെ അകത്ത് ഈ പായലും പരിപാടി എല്ലാം തിന്നും. അക്വരത്തി ഇടാൻ വേണ്ടി. അത് ഈ വാഹ കിടപ്പില്ല, അവിടെ ഫ്രണ്ട് വാഹ കിടപ്പില്ല. അതിന്റെ അകത്ത് ഞാൻ കുറെ എണ്ണം ഇട്ടിട്ടുണ്ട്. ഇല്ല, വായക്ക് കണ്ണ് കിട്ടിയല്ലോ. മടിയന്മാർക്ക് വളർത്താൻ പറ്റിയ നല്ലൊരു ബ്രീഡാണെന്നാണ് ശശി ചേട്ടൻ അവകാശപ്പെടുന്നത്. ഷ്രിമ്പ് എന്ന് പറയും. ഇതിന്റെ തീറ്റ ഇത് തന്നെയാണ് കേട്ടോ. ഈ പായൽ തന്നെയാണ്. പിന്നെ ചെളിയൊക്കെ തിന്നോളും. അക്വേറിയത്തിൽ ഇടാൻ വളരെ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. അതാ ഞാൻ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ടേക്കുന്നതാണോ അത്? മേത്ത് മൊട്ട കാണിയല്ലേ? മേത്ത് മെയിലാണോ? ആൺപെൺ കണ്ടുപിടിക്കാൻ സിമ്പിൾ. അതിന്റെ വയറിന്റെ എഴുതിണ്ടോ? ഇത് ജസ്റ്റ് പൈപ്പുള്ള മെയിലാണ്. കടിക്കാൻ വേണ്ടി എറുക്കാലും വെച്ചേക്കുന്നത്. വലുത് ഇത് ചെറിയ ആണാണേ. പുറത്ത് വലിയ ആണുണ്ടോ? അവനൊക്കെ പിടിക്കുകയാണെങ്കിൽ അത്യാവശ്യം. പിന്നെ ആണിന് ഈ പൈപ്പ് അല്ലാണ്ട് പെട്ടെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിന്റെ ഈ സാധനമില്ലേ, എറുക്കാല്, അതിന്റെ ഇവിടെ കണ്ടോ ഗ്രിപ്പിംഗ് ഉണ്ടാവും. ഫീമെയിലിനും ഉണ്ടാവും, പക്ഷെ മെയിലിനായിരിക്കും കൂടുതൽ. ഇത് ചെറിയൊരു മെയിലാ. വയറിന്റെ അടി ഇതുണ്ടോ പൈപ്പ് ഇരിക്കണം. പൈപ്പ് ഉണ്ടെങ്കിൽ ഇതിന്റെ അകത്തേക്ക് പൈപ്പ് ഇട്ട് കൊടുക്കും. 10-60 എണ്ണം 70 എണ്ണം. എന്തോ
എങ്ങനെയാടാ? ഇല്ല, കയറി ഇരിക്കാൻ കൊടുക്കുന്ന ചാടി കയറി പോകും. അപ്പൊ ഇത് എളുപ്പത്തിൽ മുട്ട ഉള്ളതിനെ കണ്ടുപിടിക്കാൻ വേണ്ടി പൈപ്പ് ഇട്ട് കൊടുക്കുവേ. അതിനകത്ത് കറക്റ്റ് പൈപ്പിന്റെ അകത്ത് എപ്പോഴും കയറി ഇരിക്കുന്നതുകൊണ്ട് വയറ്റിൽ എപ്പോഴും മുട്ടയുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ 10 പിടിച്ചിട്ട് എപ്പോഴും മുട്ട ഉണ്ടോ എന്ന് എല്ലാത്തിനും പൊക്കി നോക്കുന്നത്. ഇതിപ്പോ മുട്ട ഉള്ളവരത്തെ മാറ്റിയിട്ടേക്കുന്നേ. മുട്ടയുള്ള ലോബ്സ്റ്ററിനെ മാറ്റിയിട്ടേക്കുന്നത് ഈ ഇങ്ങനെ ഓസിലാട്ടോ മാറ്റിയിടുന്നത്. ഓസിന്റെ അത് ഒരു ഭാഗത്തിരിക്കുന്നുള്ളൂ. അങ്ങനെയാണോ? ആണ് മുട്ടയിടുകൂടാ. അത് പറഞ്ഞു പോയത് ആണ് മുട്ടയിടുവോ. അപ്പൊ നമുക്ക് വേണ്ടി നല്ല കുഞ്ഞ് അതിന്റെ പേര് ലോബ്സ്റ്ററിൽ പിടിച്ചോണ്ടിരിക്കാണ്. അതെ, കടലിലൊരു സാധനം വരുമല്ലോ ചെറിയൊരു. അത് മറൈൻ ഫിഷ് ഉണ്ട്, അത് എഡിബിൾ ആണ്. ഇത് ഓർണമെന്റൽ പർപ്പസിനുള്ള കാഴ്ചക്ക് വേണ്ടിയുള്ള സാധനം. വെള്ളം വരുമ്പോ കൂടത്തിൽ കഴിച്ച ചോര വരും, വേറെ കുഴപ്പമൊന്നുമില്ല. ഏത് ഇതാ അമ്മ പറഞ്ഞു മേടിച്ചിറങ്ങിട്ട് ഉറപ്പായിട്ടുണ്ട്. ഒരു 4-5 ദിവസം കൊണ്ട് വിരിഞ്ഞു വരും. നമ്മൾ അതിന്റെ അകത്ത് മുട്ടയുള്ളതിനെ എല്ലാം പിടിച്ചിങ്ങനെ അത് കുഞ്ഞ് ഇറങ്ങിയിട്ട് ഉണ്ടോ പൈപ്പിന്റെ അടിക്കണം. ഓടെ നടക്കുന്നുണ്ടോ കുട്ടി കുഞ്ഞുങ്ങളുണ്ട് ഇഷ്ടം പോലെ. പൈപ്പത്ത് വരുവാണെങ്കിൽ പിള്ളേരെ നിന്നെപ്പോലുള്ളവരെ പറ്റുന്നു. ഇതൊക്കെ ഒരു 10-15 മണിക്കൂർ വരെ അതല്ലേ, അങ്ങനെ പാക്ക് ചെയ്ത് കൊടുക്കുന്നല്ലേ. അടിച്ച് അതിപ്പം കേരളത്തിന്റെ പുറത്തേക്ക് വിടും. ഇപ്പൊ നമ്മൾ ഈ ചുമ്മാ കെട്ടി കൊടുക്കല്ലേ, അപ്പൊ അത് വിഷയമല്ലേ? എല്ലാ മീനും കുഴപ്പമില്ല. ഇതൊന്നും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇവിടെ പേട്ട വരെ പോയ പോലെ. എന്നാലും നമ്മളിപ്പം വേറെ ജില്ലകളിലേക്ക് മറ്റ് സ്റ്റേറ്റുകളിലേക്കൊക്കെ മീനെ കയറ്റി വിടുമ്പോഴേ ഇങ്ങനെയാ കൊടുക്കുന്ന. നമ്മള് വീട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ മേടിച്ച സാധനം കുറച്ച് പൂ മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ലോബ്സ്റ്റർ മീനുകൾ, പിന്നെ കോൽമുട്ട അല്ലാതെ മറ്റേ യൂട്യൂബ് അക്വേറിയം. ഇതിനകത്ത് നമുക്ക് ഇനി ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പൊ നമുക്ക് ഇനി സെറ്റ് ചെയ്തിട്ട് കാണാം. വീടിന്റെ മുകളിലത്തെ വശത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സെറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ നമ്മളൊരു ഡ്രോ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഡ്രോ അല്ല ചെയ്യുന്ന മേശ. നമ്മുടെ പൈപ്പിലായിരുന്നു ചള്ള. വെളിയിൽ കൂടെ ഒഴുകുന്ന ഈ ആറ്റിലെ വെള്ളമാട്ടോ നമ്മളിപ്പോ നിറച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അടുത്ത നല്ല ഇക്കാരം പറഞ്ഞ രസം. ഇതിന്റെ ടെമ്പറേച്ചർ സെറ്റ് ആവാൻ വേണ്ടി ഒരു 10 മിനിറ്റ് കുക്ക് വെക്കാം. ഉണ്ടായിരുന്ന മറ്റേ നമ്മുടെ എന്താന്ന് വെച്ചാൽ ഫിൽറ്റർ ചെറിയ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. നമ്മള് കംപ്ലൈന്റ് റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ചെറിയൊരു പണി സംഭവം വെച്ചിട്ടുണ്ടോ, ഇങ്ങനെ അയക്കാം. അയച്ചിട്ട് നമുക്ക് ആളുകളെ ഇറക്കാം. ഇപ്പൊ ഇറക്കുമ്പോ ഇതിന്റെ ഒരു ബ്യൂട്ടി നിങ്ങൾ കാണണം കേട്ടോ. ബ്യൂട്ടി ഇപ്പം തട്ടി വിടാൻ വേണ്ടി പോണ്. ഇവർക്ക് നമ്മൾ കൊടുക്കുന്ന തീറ്റ ഏതാന്ന് ചോദിച്ചു. നമ്മൾ സാധാരണ മീൻ തീറ്റ കൊടുക്കും. പിന്നെ നമ്മളെ കുക്കുംബർ അരിഞ്ഞു വെച്ച് കൊടുക്കാം. പിന്നെ ക്യാരറ്റ് കൊടുക്കാം. പിന്നെ സീറ്റ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അവിടെ ഇവിടെ ഇരിക്കുന്ന ചെളിയാണ് ഇവരുടെ മെയിൻ ആഹാരം. അപ്പം വലിയ 2-3 ദിവസം കൊടുക്കാൻ മറന്നു പോയാൽ തന്നെ ഒരു ചെളിയൊക്കെ പിടിച്ച് നിന്നോളും കുറച്ചാൾ. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ തീറ്റയുടെ പരിപാടിയൊക്കെ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതിയേ. ആണ് നമ്മളപ്പോൾ ഇത്രയും നേരം കഷ്ടപ്പെട്ട് പണിത നമ്മുടെ അക്വേറിയം. ഇട്ട് കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഇരിക്കുന്ന നമ്മുടെ എന്താ ലോബ്സ്റ്റർ ഒന്നും കാണുന്നില്ല. പക്ഷെ ഉണ്ട് കേട്ടോ, അവിടെ ഇരിപ്പുണ്ട്. അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഏതായാലും നമ്മുടെ പരിപാടിയൊക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ ഇവര് വളർന്നു വലുതായി വലിയ ആൾക്കാരൊക്കെ ആവുന്നവരെ നമുക്ക് എന്തായാലും കാണണം. 2 മാസം 2 മാസം ആകുമ്പോൾ വലുതാവുന്ന പറയുന്നത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറഞ്ഞ എല്ലാവരും. സബ്സ്ക്രൈബ്. ഓക്കെ.